ഇന്ന് വിപണിയിൽ പലതരം ടെലസ്കോപ്പുകൾ ലഭ്യമാണ്. എന്നാൽ വില കുറഞ്ഞ ടെലസ്കോപ്പുകൾക്ക് ഗുണവും കുറവായിരിക്കും. 1500 രൂപയിൽ താഴെ അത്യാവശ്യം പവറുള്ള ഒരു ടെലസ്കോപ്പ് സിമ്പിൾ മെത്തേഡിലൂടെ നമുക്ക് എങ്ങനെ നിർമ്മിക്കാം? വീഡിയോ അവസാനം വരെ കാണൂ. നമുക്കും വീട്ടിലൊരു ടെലസ്കോപ്പ് നിർമ്മിക്കാം. ഹായ്, ഞാൻ ആവണി അനിൽകുമാർ. ഇടുക്കി കേന്ദ്രീയ വിദ്യാലയത്തിൽ 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. ദിസ് ഈസ് ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു മൈ സ്വീറ്റ് ഫാദർ. ഞാൻ ഇന്ന് നിർമ്മിക്കാൻ പോകുന്ന ഒരു ടെലസ്കോപ്പാണ്. എങ്ങനെ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കാം? അതിനു മുമ്പായി ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക്. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ സ്റ്റാർസിനെ കുറിച്ചും സോളാർ സിസ്റ്റത്തിനെ കുറിച്ചും റോക്കറ്റ് ലോഞ്ചിങ്, സാറ്റലൈറ്റ്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച് അച്ഛ പറഞ്ഞു തരുമായിരുന്നു. പറഞ്ഞു തുടങ്ങിയ ഈ വിഷയത്തിനെ പറ്റി ഡീപ്പായിട്ട് സംസാരിക്കും. അച്ചൂട്ടി പറഞ്ഞു തുടങ്ങുമ്പോൾ അമ്മ നൈസായിട്ട് മുങ്ങും. പിന്നെ എന്നോടാണ് എല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യമൊക്കെ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പിന്നെ എപ്പോഴും ഞാനും അതിൽ ഇൻട്രസ്റ്റഡ് ആയി. ഒരു 7 വർഷം മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ടെലസ്കോപ്പ് വാങ്ങി. അന്ന് അതും വാങ്ങി സന്തോഷത്തോടെ അച്ഛൻ വീട്ടിലോട്ട് വന്നപ്പോഴത്തേക്കും വീട്ടിൽ നല്ല പൊരിഞ്ഞ അടിയായിരുന്നു. കാരണം എന്താണെന്നല്ലേ, ഒരു KSRTC മെക്കാനിക്കിൻ്റെ ശമ്പളത്തിൽ നിന്ന് 3000 രൂപ പോയാലുള്ള കാര്യം പറയണം. അന്ന് 3000 രൂപ കൊണ്ട് അടുക്കള ചെലവ് എല്ലാം നടത്താം. പിന്നെ കുറച്ച് നാൾ അവാർഡ് സിനിമ പോലെയായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛക്ക് അതിലുള്ള ഇൻട്രസ്റ്റ് അമ്മയ്ക്ക് അറിയാമെങ്കിലും അത്രയും പൈസ എല്ലാവർക്കും അമ്മയ്ക്ക് വിയോജിപ്പായിരുന്നു. അച്ചൂട്ടി വാങ്ങിയ ടെലസ്കോപ്പ് ഞങ്ങൾ ഭയങ്കര താല്പര്യത്തോടുകൂടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം വരാൻ ആരാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അയാൾ വന്ന് ചോദിച്ചു, നീ ഇതൊക്കെ ചെയ്തിട്ട് എന്തിനാ? ഈ പെൺകുട്ടികൾ ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഈ ആൺകുട്ടികൾക്ക് മാത്രമേ ഇവയൊക്കെ കാണാനും ചെയ്യാനും പറ്റത്തുള്ളൂ? അന്ന് മുതലൊരു വാശി പോലെ അച്ഛയുടെ കൂടെ എന്ത് ചെയ്യാനും ഞാൻ കൂടും. ഞങ്ങൾ 2 പെൺകുട്ടികളാണേ. അങ്ങനെ അമ്മയുടെ വഴക്കിന് ശേഷം അച്ഛയൊന്ന് തീരുമാനിച്ചു, വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ടെലസ്കോപ്പ് നിർമ്മിക്കണമെന്ന്. അങ്ങനെ ഇരിക്കെ എൻ്റെ സ്കൂളിലോട്ടൊരു സയൻസ് പ്രൊജക്റ്റ് വന്നു. അന്നേരം ഞാൻ ഒരു ടെലസ്കോപ്പ് ചെയ്തു. അത് സക്സസ് ആയി. എൻ്റെ ടെക്നിക്കൽ സൈഡെല്ലാം അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് ചെയ്തു. ഇനി നമുക്ക് ടെലസ്കോപ്പിനെ കുറിച്ച് നോക്കാം. അകലെയുള്ള വസ്തുവിനെ അടുത്ത് കാണാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടെലസ്കോപ്പ്. ടെലസ്കോപ്പിൻ്റെ പിതാവ് ഗലീലിയോ ഗലീലി ആണെങ്കിലും അതിനു മുമ്പേ ചിലർ ടെലസ്കോപ്പ് ഉപയോഗിച്ചിരുന്നു. ടെലസ്കോപ്പിൻ്റെ ഉപയോഗം ഇന്നത്തെ രീതിയിലോട്ട് കൊണ്ടുവന്നത് ഗലീലിയോ ഗലീലിയാണ്. അതുകൊണ്ടാണ് ടെലസ്കോപ്പ് ഗലീലിയുടെ പേര് അറിയപ്പെടുന്നത്. 1608 ഇത് കണ്ടുപിടിക്കുന്നത്. ടെലസ്കോപ്പ് പ്രധാനമായും 2 തരമുണ്ട്: ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ്, റേഡിയോ ടെലസ്കോപ്പ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന പ്രകാശത്തെ മാധ്യമമായിക്കൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഒപ്റ്റിക്കൽ ടെലസ്കോപ്പ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലാത്ത എക്സ്റേ, ഗാമാറേ, ഇൻഫ്രാറെഡ് മുതലായ റേഡിയേഷൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നതാണ് റേഡിയോ ടെലസ്കോപ്പുകൾ. ഒപ്റ്റിക്കൽ ടെലസ്കോപ്പുകൾ പ്രധാനമായും 2 തരമുണ്ട്: റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുകളും റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പുകളും. റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുകളിൽ സാധാരണമായും കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുന്നത്. റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പുകളിൽ കോൺകേവ് മിററാണ് ഉപയോഗിക്കുന്നത്. ലെൻസുകളും മിററുകളും ഒരുമിച്ച് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടെലസ്കോപ്പുകൾ പ്രചാരത്തിലുണ്ട്. നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്ന റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുകളാണ്. എന്തെന്നാൽ അത് എളുപ്പമാണ്. റിഫ്ലക്റ്റീവ് ടെലസ്കോപ്പിൻ്റെ നിർമ്മാണ രീതി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്. റിഫ്രാക്റ്റീവ് ടെലസ്കോപ്പുകൾക്ക് പ്രധാനമായും 2 ഘടകങ്ങളുണ്ട്. ഒന്ന് ഒബ്ജക്റ്റീവ് ലെൻസും 2 ഐപീസും. ടെലസ്കോപ്പിൻ്റെ മുൻവശത്തുള്ളത് ഒബ്ജക്റ്റീവ് ലെൻസും നമ്മൾ നോക്കുന്ന ഭാഗത്ത് കണ്ണിൻ്റെ അടുത്തുള്ളത് ഐപീസുമാണ്. പിന്നെ ഇവ ഫിറ്റ് ചെയ്യാനുള്ള ട്യൂബുകളുമാണ് ഇവയ്ക്ക് പ്രധാനമായിട്ടും ഉള്ളത്. ടെലസ്കോപ്പ് എങ്ങനെയാണ് വസ്തുക്കളെ വലുതാക്കി കാണിക്കുന്നതെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ കാണാൻ ഉദ്ദേശിക്കുന്ന വസ്തുവിൻ്റെ പ്രതിബിംബം ഫോക്കസിൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ പ്രതിബിംബത്തിന് ഐപീസ് വലുതാക്കി കാണിക്കുന്നു. ഒബ്ജക്റ്റീവ് ലെൻസിന് വേണ്ടത് കൂടിയ അപ്പർച്ചറും കൂടിയ ഫോക്കൽ ലെങ്തുമാണ്. അപ്പർച്ചർ കൂടുന്നതനുസരിച്ച് വ്യക്തമായ പ്രതിബിംബം ലഭിക്കും. അതിനാൽ കൂടുതൽ നന്നായി പ്രതിബിംബത്തിനെ നമുക്ക് കാണാൻ സാധിക്കും. ലെൻസുകൾക്ക് ചില എറേഴ്സ് ഉണ്ട്: സ്പെറിക്കൽ അബർഷൻ, ക്രോമാറ്റിക് അബർഷൻ. ഇവ തീർത്ത ലെൻസുകളെ അക്രോമാറ്റിക് ലെൻസുകൾ എന്നാണ് പറയുന്നത്. ഇവയ്ക്ക് വലിയ വിലയാണ്. ഫോക്കൽ ലെങ്ത് കൂടിയാൽ ടെലസ്കോപ്പിന്റെ വലിപ്പം വെക്കും. അത് അസൗകര്യമല്ലേ? അതിനാണ് ബാർലോ ലെൻസ് പോലുള്ള സംവിധാനങ്ങൾ ഉള്ളത്. അതിനാൽ ട്യൂബിന്റെ നീട്ടം കൂട്ടാതെ ഫോക്കൽ ലെങ്ത് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇനി നമുക്ക് ടെലസ്കോപ്പിന്റെ ഭാഗങ്ങൾ നോക്കാം. ഇത് 50 mm ഡയമീറ്ററും 1000 mm ഫോക്കൽ ലെങ്തും ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസാണിത്. ഇത് 28 mm ഫോക്കൽ ലെങ്തുള്ള ഐപീസാണ്. ഇത് രണ്ടും നമ്മൾ ആമസോൺ വഴി മേടിച്ചതാണ്. എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഒബ്ജക്റ്റീവ് ലെൻസിന് 400 രൂപയും
ഐപീസിന് 350 രൂപയാണ്. ഇത് 50 mm ഡയമീറ്ററുള്ള റെഡ്യൂസറാണ്. ഇതിനകത്താണ് നമ്മൾ ഒബ്ജക്റ്റീവ് ലെൻസ് വെക്കുന്നത്. ഇത് 50 mm ഡയമീറ്ററുള്ള PVC പൈപ്പാണ്. ഇത് ടോട്ടൽ 700 mm ലെന്ത് ഉണ്ട്. ഇത് 30 സെൻറ്റിമീറ്റർ ഉള്ള ഫോക്കസറാണ്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നതനുസരിച്ച് താഴത്തെ ട്യൂബ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ആവും. ഇതിനകത്തൊരു പഴയ ബൈനോക്കുലറിൻ്റെ ട്രയാങ്കുലർ പിസമുണ്ട്. ഇത് ഐപീസ് ഹോൾഡർ. ഇതിനകത്താണ് നമ്മൾ ഐപീസ് വെക്കുന്നത്. ഇനി നമുക്ക് ടെലസ്കോപ്പിൻ്റെ സ്റ്റാൻഡിനെ കുറിച്ച് നോക്കാം. അത് നമ്മൾ വീട്ടിൽ മാറാല തൂക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. ഇതിന് നമ്മൾ ഈ മേളിലത്തെ നമ്മൾ ഊരി മാറ്റി, നമുക്ക് ആവശ്യമില്ല. ഇതാണ് നമുക്ക് ഹൈറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റുന്നത്. ഇതാണ് നമ്മൾ സ്റ്റാൻഡിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഒരെണ്ണത്തിന് 100 രൂപയാണ്. നമ്മൾ 3 എണ്ണം മേടിച്ചിട്ടുണ്ട്. 300. ടെലസ്കോപ്പ് സ്റ്റാൻഡുകൾ പലതരമുണ്ട്. മോട്ടർ ഘടിപ്പിച്ചതുണ്ട്, ഇതുപോലെ സാധാരണ രീതിയിലുള്ളതുണ്ട്, ട്രാക്കിംഗ് ഡിവൈസ് ഘടിപ്പിച്ചതുണ്ട്. ഇപ്പോൾ മോട്ടർ ഘടിപ്പിച്ചതാണെങ്കിൽ നമ്മളിപ്പോൾ മൂണിനെ നോക്കുന്നെങ്കിൽ മൂണിനെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ടെലസ്കോപ്പും തനിയെ മൂവ് ആവും. നമ്മളിങ്ങനെ ഇടയ്ക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ട്രാക്കിംഗ് ഡിവൈസിൽ നേരത്തെ ഡെസ്റ്റിനേഷൻ എല്ലാം പ്രീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ സാറ്റലൈറ്റിനെ കാണണമെങ്കിൽ ആ സാറ്റലൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ഏത് ഡയറക്ഷനിൽ ടെലസ്കോപ്പ് കൊണ്ടുവച്ചാലും നമ്മൾ ഇപ്പോൾ സാറ്റലൈറ്റ് ആണെങ്കിൽ സാറ്റലൈറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്താൽ തന്നെ ലൊക്കേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. ഇനി നമുക്ക് ടെലസ്കോപ്പ് സെറ്റ് ചെയ്യാം. ട്യൂബ് ഫിറ്റ് ചെയ്യാം. നമ്മൾ റെഡ്യൂസറിനകത്ത് നേരത്തെ നമ്മൾ ലെൻസ് വെച്ചിരുന്നു. ഇനി നമുക്കത് ഫിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഫോക്കസറും ഐപീസും വെക്കാം. നമ്മുടെ ടെലസ്കോപ്പ് റെഡി. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ മൂലമറ്റത്താണ്. ഇവിടുന്ന് നേരെ എതിർവശത്തുള്ളത് നാടുകാണി മലയാണ്. തൊടുപുഴ ഇടുക്കി റൂട്ടിൽ കൊളമാവ് ഡാമിന് സമീപമാണ് ഈ സ്ഥലം. ഞാൻ നിങ്ങളെ ടെലസ്കോപ്പിലൂടെ കാണിക്കുന്നത് ഈ മലയിലെ ഒരു ടവർ, ഒരു ബിൽഡിംഗ്, പിന്നെ നാടുകാണി പവലിയാണ്. ഇനി നമുക്ക് ടെലസ്കോപ്പിലൂടെ നോക്കാം. ഈ കാണുന്നതാണ് നാടുകാണി പവലിയൻ. ഈ ബിൽഡിങ്ങിന്റെ തൊട്ടുപുറകിൽ കൂടിയാണ് ഇടുക്കി റോഡ് കടന്നു പോകുന്നത്. ഇവിടെ നിന്നും നോക്കിയാൽ നല്ല ക്ലൈമറ്റ് ആണെങ്കിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് പോലെ മറൈൻ ഡ്രൈവിലെ പ്രകാശം കാണാൻ സാധിക്കും. ഇതാ മലയിലെ ഒരു ബിൽഡിംഗ് ആണ്. ഞാൻ മറ്റൊരു ബിൽഡിംഗ് കൂടെ നിങ്ങളെ കാണിക്കുന്നുണ്ട്. നാടുകാണി പവലിയനിൽ നിന്നും നോക്കിയാൽ മൂലമറ്റം, കാഞ്ഞാർ, മുട്ടം, മലങ്കര ഡാം, തൊടുപുഴ എന്നിവിടങ്ങളിലെ മനോഹര ദൃശ്യം കാണാൻ സാധിക്കും. നിങ്ങൾ ഈ പവലിയനിൽ ഇതുവരെ സന്ദർശിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായും നിങ്ങൾ അടുത്ത ഇടുക്കി യാത്രയിൽ കാണേണ്ട പ്രധാന സ്ഥലങ്ങളിൽ ഒന്നാണ് നാടുകാണി. എനിക്ക് ഷൂട്ട് ചെയ്യാൻ നല്ല സ്റ്റാൻഡോ മൊബൈൽ ഹോൾഡറോ ഇല്ലാത്തത് കൊണ്ടാണ് വീഡിയോ ഷെയ്ക്കാവുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെൽ ബട്ടണിൽ ഓളും കൂടെ പ്രസ് ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത വീഡിയോ ഇടുന്നത് വരെ ആമീസ് ടെക് വേൾഡിൽ നിന്നും ആവണി അനിൽകുമാർ. ബൈ ബൈ. പാർട്ട് 3 ടേക്ക് 1 തുടങ്ങുവാണേ. എവിടെ മുതലേ ഗലീലിയോ ഗലീലി ആണെങ്കിലും അത്
ഗലീലി ആണെങ്കിലും അതിനു മുമ്പ് ഇല്ലാത്ത എക്സ്റേ, ഗാമാറേ, ഇൻഫ്രാറെഡ് മുതലായ റേഡിയേഷൻ. വെള്ളം സ്റ്റോപ്പ് ചെയ്തിട്ട് വെള്ളം എടുത്തോണ്ട് ഈ റിഫ്രാക്ഷന് ശേഷം അതിന്റെ ഫോക്കസിൽ